വിജി എത്തിയോ? അപ്പോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യല്ലേ? അതെ സാർ. എന്റെ അമ്മേ, ഇപ്പോഴെ എന്റെ മനസ്സിനൊരു സമാധാനമായേ. 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കം പോലും ഇല്ലായിരുന്നു. എന്തോ ഒന്ന് എന്റെ മനസ്സിനെങ്ങനെ അലട്ടുമായിരുന്നു. ഈ കുറ്റബോധം എന്നുള്ളതേ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിന്റെ ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലായത്. ഞാൻ ശരിക്കും ധർമ്മസങ്കടത്തിലായിരുന്നു മോളെ. ഏതായാലും ഇനി ഇങ്ങനെ സംഭവിക്കാതെ നോക്കിക്കോളാം. സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ. സാറിനെല്ലാം മനസ്സിലായല്ലോ. ശമ്പളത്തെക്കാളും അതാണ് വലിയ സന്തോഷം. എന്നാ ആയിക്കോട്ടെ മോളെ, നടന്നു കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു പോയി. അതുകൊണ്ട് കഴിഞ്ഞ കാര്യത്തെപ്പറ്റി സംസാരിക്കാതെ നമുക്ക് ജോലിയിലേക്ക് കയറിയാലോ? ശരി സാർ, ഞാൻ പോയി ജോലി നോക്കട്ടെ. വിജി, ഒരു നിമിഷം മോളെ. സാർ. ഇനി മുതൽ ഈ കടയിലെ ചീഫ് സൂപ്പർവൈസർ മോളാ. സാർ, എന്താ സാറി പറയുന്നേ? അതെ മോളെ, നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ച് അപമാനിച്ചും കുറ്റപ്പെടുത്തിക്കൊണ്ട് അന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഈ കടയെന്ന് പറഞ്ഞു വിട്ടില്ലേ? അതിന്റെ ഒരു പ്രായശ്ചിത്വമായിട്ട് ഇത് കരുതിയാ മതി മോളെ. ദയവ് ചെയ്ത് ഈ പൊസിഷൻ എനിക്ക് വേണ്ടാന്നൊന്നും പറഞ്ഞേക്കല്ലേ. നീ നന്നായിട്ട് ജോലി ചെയ്താൽ മതി. മാത്രമല്ല 10,000 രൂപ ഞാൻ ഇൻക്രിമെന്റ് വിട്ടിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സാർ. ആയിക്കോട്ടെ മോളെ, ഇനി എല്ലാരും ചെന്ന് ജോലി നോക്ക്. ശരി സാർ. ആയിക്കോട്ടെ. ഇതാണ് നല്ല ആളുകൾക്ക് കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്നത്. ചീത്ത ആളുകൾക്ക് സമ്മാനമുണ്ട്, അത് വേറെ പോലെ ആയിരിക്കും. അപ്പ ശരി. എല്ലാവരും എഴുതി കഴിഞ്ഞായിരുന്നോ? എന്നാ ശരി, പേപ്പർ തന്നേക്ക്. കവിൻ, നീ ഇതുവരെ എഴുതി കഴിഞ്ഞില്ലേ? മിസ്, ഒരു മിനിറ്റ് കൂടി. കവിൻ, നീ അതിന് മാത്രം എന്തുവാണ് എഴുതിക്കൊണ്ടിരിക്കുന്നെ? അന്നത്തെ ക്ലാസ് ടെസ്റ്റിലെ വായി തോന്നിയ പോലെ എഴുതി വെച്ച പോലെ ഇപ്പൊ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പണിഷ്മെന്റ് അറിയാലോ. രാഹുൽ, നീ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്. എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ഉത്തരവല്ലേ എഴുതിയിരിക്കുന്നേ? അറിയുന്നത് പോലെ എഴുതി മിസ്. നോക്കുമ്പോ എനിക്ക് അറിയാൻ കഴിയുമല്ലോ. ഓ, നീ എല്ലാ ക്വസ്റ്റിനും ആൻസർ എഴുതിയോ? എഴുതിയല്ലോ. ഞാൻ പെട്ടെന്ന് പഠിച്ചതെല്ലാം മറന്നുപോയില്ല. 3 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല. നീ എന്താ ശരിക്കും പഠിച്ചില്ലായിരുന്നോ? പഠിച്ചതാ, മറന്നുപോയില്ലേ? നീ കണ്ടായിരുന്നോ? കവിനിന്ന് കൊറേ നേരം ടെസ്റ്റ് എഴുതുന്നുണ്ടായിരുന്നു. അതെ, ഞാനും കണ്ടു. എടാ കവിൻ, ഇന്ന് നമ്മൾ ശരിക്കും പെടുന്നാ തോന്നുന്നത്. അതെന്തിനാടാ? എടാ, ടെസ്റ്റ് ശരിക്കും എഴുതിയിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് എല്ലാവർക്കും ശരിക്കും കിട്ടുമെന്ന് മിസ് പറഞ്ഞത് കേട്ടില്ലേ? എന്താടാ, നീ ശരിക്കും എഴുതിയില്ലേ? എന്താടാ നീ എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്? നീ എന്തോ എല്ലാം ചോദ്യത്തിന് ഉത്തരം എഴുതിയതുപോലെ സ്റ്റൈലായിട്ട് ചോദിക്കുന്നുണ്ടല്ലോ. ആക്ച്വലി ഇന്നത്തെ പരീക്ഷയ്ക്ക് ഞാനും നിന്റെ സ്റ്റൈല് തന്നെയാ ഫോളോ ചെയ്തിരിക്കുന്നത്. എന്റെ സ്റ്റൈലാ? അതേടാ, കഴിഞ്ഞ പ്രാവശ്യം നീ ശ്രീരാം വിജയ് എന്നല്ലേ എഴുതി വെച്ചത്? അതേപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമാ പാട്ടുകൾ എഴുതി വെച്ചു ഞാൻ. നീ എന്താ പറഞ്ഞേ? അതേടാ, ഒന്നും എഴുതാതെ കൊടുത്താ മിസ് കണ്ടുപിടിക്കുന്നു വിചാരിച്ച് എന്തെങ്കിലും എഴുതാൻ വേണ്ടി ഞാൻ എഴുതിയതാ. കൊള്ളാലോടാ. എന്ത് കൊള്ളാലോന്ന്?
നീയും അത് തന്നെയല്ലേ എഴുതിയിട്ടുണ്ടാവുക. നീ എഴുതുമ്പോ ഞാൻ കേട്ടതാ, സിനിമാ പാട്ട് പാടിക്കൊണ്ടല്ലേ എഴുതിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇന്നത്തെ പരീക്ഷയിൽ നിന്റെ ഐഡിയ എന്താന്ന്. എടി നീല, അവൻ പറഞ്ഞത് കേട്ടില്ലേ? ആൻസർ പേപ്പറിൽ ഉത്തരം എഴുതാതെ രണ്ടുപേരും സിനിമാ പാട്ട് എഴുതിയെന്ന്. എന്താ ചിരിക്കുന്നത്? നിങ്ങള് സിനിമാ പാട്ട് എഴുതിയെന്ന് പറഞ്ഞില്ലേ, അതാ ചിരിച്ചേ. എന്താ കളിയാക്കുവാ? കവിൻ കണ്ടില്ലേടാ, നമ്മളെക്കാട്ടിലും കൂടുതൽ മാർക്ക് വാങ്ങിയത് കൊണ്ട് നമ്മളെ കളിയാക്കി ചിരിക്കുക അവര്. വെയിറ്റ് ചെയ്യടാ, കുറച്ച് കഴിയുമ്പോ എന്താ നടക്കണേന്ന് കാണാം. എന്ത് നടക്കും? നമുക്കടി ഉറപ്പായിട്ടും കിട്ടും. ആ കാര്യം ഉറച്ച കേസാ. വിക്രം, എന്തു പറ്റി? എന്തിനാ റിവേഴ്സ് വന്നത്? ഒരു മിനിറ്റ് നിൽക്കി. എന്താ ഡ്രസ്സിന്റെ കടയിൽ നിർത്തിയത്? ഷോപ്പിങ്ങിന് പോകുന്നുണ്ടോ? അതെ, നിലമോക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്ന് ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുക. അത് ഇന്ന് എടുക്കാന്ന് കരുതിയാണ് ഞാൻ വണ്ടി നിർത്തിയത്. അവളോട് സ്നേഹം കൂടി വരുന്നുണ്ടല്ലോ. അതൊന്നും എനിക്കറിയില്ല പ്രീതി. വാങ്ങിച്ചു കൊടുക്കണമെന്ന് തോന്നി, അത്ര തന്നെ. പാവം, അവളൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കുട്ടിയല്ലേ. ഇതുവരെ ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോന്ന് പോലും അറിയില്ല. അതുകൊണ്ട് എന്ന നിലയ്ക്ക് സൂപ്പർ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചത്. വാ പോവാം. സ്റ്റുഡൻസ്, ഉത്തരക്കടലാസൊക്കെ നോക്കിക്കഴിഞ്ഞു. ഞാൻ പേര് വിളിക്കുമ്പോ ഓരോരുത്തരായിട്ട് വന്നിട്ട് ആൻസർ ഷീറ്റ് വാങ്ങിയിട്ട് പോയിക്കോ. കീർത്തി, 38 ഔട്ട് ഓഫ് 50. ഇനി നന്നായിട്ട് പഠിക്കണം. ഓക്കേ മിസ്.